ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ അബ്ബാസ്ക സുഖന്നല്ലേ? നിങ്ങളാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടിക്കാൻ കാരണം കേട്ടോ. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചതാ. ഈ അബ്ബാസ് എന്ന് പറഞ്ഞ ആള് എൻ്റെ എല്ലാ വീഡിയോൻ്റെ അടിയിലും വന്നിട്ട് വൃത്തികെട്ട രീതിയിൽ ഞാൻ വായിക്കാൻ നമുക്ക് അറപ്പാണ് രീതിയിലുള്ള മെസ്സേജുകളാണ് ഇടുന്നത്. മെസ്സേജ് ഞാൻ ഇവിടെ കാണിക്കും, ഞാൻ കാണിച്ചു തരാം. മെസ്സേജ് ഏതായാലും ഞാൻ കാണിച്ചു തരാം. അപ്പം എന്തിനാണ് അബ്ബാസ്ക നിങ്ങൾ ഇങ്ങനെ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനത്തെ ബാഡ് കമൻറ്റ് ഇങ്ങനെ ഇടണേ? ഞാൻ നിങ്ങൾ ഇടുന്ന വീഡിയോ കമൻറ്റിനൊന്നും ഞാൻ മറുപടി തരില്ലണ്ടോ തന്നണോ? ഞാനത് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാ ചെയ്യണേ. എന്നിട്ട് വീണ്ടും 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 നിങ്ങളൊരു അവയവം അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനെപ്പറ്റി വർണ്ണിച്ച് എന്തിനാണ് എനിക്ക് നിങ്ങൾ മെസ്സേജ് ഇടണേ? ഞാൻ ചോദിച്ചോ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങളത് അങ്ങനെയാണോ എന്തോ ഞാൻ ചോദിച്ചോ? വൃത്തികേടല്ലേ നിങ്ങൾ ചെയ്യണേ? എൻ്റെ ഇതിൽ വീഡിയോൻ്റെ അടിയിൽ വരുന്ന ബാഡ് കമൻറ്റ് എൻ്റെ കൂട്ടുകാർ കാണൂലേ, എൻ്റെ വീട്ടുകാർ കാണൂലേ, എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കാണൂലേ? അതിന് എനിക്ക് ഇത്തിരി നാണുണ്ട്, നിങ്ങൾക്ക് നാണല്ലെങ്കിലും. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളെ വീട്ടിൽ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടു വളർന്ന ഒരാളാണോ? ഞങ്ങളെ അബ്ബാസ്ക്കാന്ന് എപ്പോഴും വിളിക്കണേ. അതിൻ്റെ മാന്യത വിളിക്കേണ്ടത് വേറെ, അത് ഞാൻ വിളിക്കില്ല. എൻ്റെ മാന്യത ഞാൻ സമ്മതിക്കാത്തതിനെ കൊണ്ട് ഞാൻ ഇയാളെ ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇയാൾ വേറെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ നമ്മളെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സുകൾ നമുക്ക് കമൻ്റ് ഇടുമ്പോൾ ആ കമൻറ്റിന് ഞാൻ ഹായ്ന്നോ ഹലോന്നോ എന്തൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇയാൾ കമൻ്റ് ഇട്ടാൽ ഇതുപോലത്തെ വൃത്തികെട്ട കമൻ്റ് അയാൾ വന്നിട്ടുണ്ട്. എന്തിനാണ് അത് ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലായില്ല. കാരണം നമ്മൾ തമ്മിലൊരു മുൻവൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇന്ന് വരെ നിങ്ങളെ കണ്ടില്ല, നിങ്ങളും എന്നെ കണ്ടിട്ടുണ്ടാവില്ല ഈ വീഡിയോസിലൊക്കെ അല്ലാതെ. അപ്പം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും വൈരാഗ്യമോ കാര്യങ്ങളോ ഉള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ വന്നിട്ടിട്ട് ഒരു സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കും. ഇത് നിങ്ങൾ എന്തെങ്കിലും അടിച്ചു വന്ന് ഇരുന്നിട്ടാണോ ഇങ്ങനത്തെ കമൻ്റൊക്കെ ഇടുന്നത്? അല്ലാതെ നല്ല ബോധത്തിൽ ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പം നിങ്ങളെ വീഡിയോയിൽ നിങ്ങളെ ചാനലിൽ നിങ്ങളൊരു വീഡിയോ ഇട്ടിന്, നിങ്ങൾ അറിഞ്ഞോണ്ടാണോ അതിട്ടത്? എനിക്കറിയില്ല നിങ്ങൾ അറിഞ്ഞോണ്ടാണോ ഇട്ടെന്നുള്ളത്. കാരണം കുറച്ച് കള്ളും കുപ്പി എന്തൊക്കെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു ഫ്രണ്ട്സുകൾ എല്ലാവരും എടുത്തൊരു സെൽഫി ഉണ്ട്. ഏതായാലും എനിക്ക് അത് കിട്ടിയതിനോട് എനിക്ക് കാര്യമായി. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലെന്നറിയില്ല. ഇപ്പം ഏത് കള്ള ഐഡിന്ന് കമൻ്റ് ഇട്ടാലും അത് പൊക്കാൻ കഴിയുന്ന യൂട്യൂബിൽ അങ്ങനെ എന്തോ ഒരാൾക്കാർ പൊക്കിയത് കാണുന്നതാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ ഓലൊക്കെ വന്ന് ഈ ബെഡ് കമൻ്റ് ഇട്ട ആളുകളെ പൊക്കിയ പോലെ ഞാൻ നിങ്ങളെ തിരഞ്ഞു വരൂലെന്ന്? അങ്ങനെ തോന്നുന്നുണ്ടേ, വെറും തോന്നല്ല കേട്ടോ. നിങ്ങൾ കടൽ കടന്ന് പുറത്ത് പോയില്ലെങ്കിൽ ബാക്കി എവിടെ ഉണ്ടെങ്കിലും വന്ന് പൊക്കാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട്. കാരണം ചിലപ്പോൾ നിങ്ങളെ നാട്ടിൽ വെള്ളയൊക്കെ ഇട്ടെ നിങ്ങളെ നാട്ടിൽ ചിലപ്പോൾ വലിയ മാന്യനായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും. ഞാൻ വന്നിട്ട് ഇനി നിങ്ങളെ നാണം കെടുത്തണോ? നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ പോണ ആളായിരിക്കും. ഈ ബോധമില്ലാത്ത സമയത്താണ് ഈ കമൻ്റ് ഇടണോ അതോ നമുക്ക് അറിയില്ലല്ലോ. പിന്നെ ഞാൻ അതൊന്നും നോക്കൂല, ഞാൻ എൻ്റെ വഴി നോക്കും. പറഞ്ഞില്ല എന്ന് പറയണ്ട, സോറി. അപ്പോൾ ബാഡ് കമൻ്റ് ഇനി എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടാൽ ഞാൻ എന്തായാലും അതിനുള്ളത് ഞാൻ ചെയ്യും. ഏതാളെയും പൊക്കാൻ കഴിയുമെന്നുള്ളത് ഇപ്പം ഞാൻ പല ആളുകളെ വീഡിയോയിലും ഞാൻ കാണുന്നുണ്ട്. എനിക്കും വന്നിട്ടുണ്ട് ബാഡ് കമൻറ്റ് വേറെയൊക്കെ. അതിന് ഞാൻ ഒരു ബാഡ് കമൻറ്റ് ഒരു ചങ്ങായി ഇട്ടപ്പോൾ എനിക്ക് നല്ല തെറിയായി തോന്നിയിട്ട് ഞാൻ ഓനൊരു മറുപടി കൊടുത്തിട്ട് പിന്നെ എനിക്ക് ആ കമൻറ്റ് ഇട്ടില്ല. ഓൻ്റെ ഇത് ഞാൻ നോക്കിയപ്പോൾ ഒരു മലയാളിയായിട്ട് എനിക്ക് തോന്നില്ല. പക്ഷെ അത് വേറെ ആരോ ഹിന്ദിക്കാരോ അങ്ങനെ എന്തോ എടുത്തിട്ട് ഇട്ടതായിരിക്കും എന്തെന്നാണ് ഞാൻ വിചാരിക്കണേ. എനിക്കറിയില്ല ശരിയാണോ എന്നുള്ളത്. പിന്നെ എനിക്കൊരു സംഭവം ഉണ്ടായത്, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഒരാൾ ചോദിച്ചു ഇങ്ങനെ പഴയൊരു ഫ്രണ്ട് വിളിച്ച് ഇതിനെ പറ്റി എന്തോന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാജിജി പിന്നെ വീഡിയോ ഇടണമൊക്കെ നിർത്തിക്കാളങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആളുകൾ പറയും ആളുകൾ തന്നെ. അപ്പം ഞാൻ ഒരുപാട് കരഞ്ഞാണ് അന്ന്. ഞാൻ വീഡിയോ ഇടില്ല, എന്നെപ്പറ്റി ആളുകൾ എന്തെങ്കിലുമൊക്കെ വിചാരിക്കേണ്ടോ വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ എൻ്റെ ഒരു കസിൻ ബ്രദറിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പനോടാണ് ഇജ്ജ് എന്തിനാ അതൊക്കെ നോക്കണേ, നമ്മളെ യൂട്യൂബും കാര്യങ്ങളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, സാറില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മൂപ്പരെന്നെ സമാധാനപ്പെടുത്തിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോസും കാര്യങ്ങളുമായിട്ട് വരൽ തുടങ്ങിയത്. അപ്പോൾ
അങ്ങനെ കമന്റ് അതും കഴിഞ്ഞ് ഓലൊന്നും പിന്നെ വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോൻ്റെ അടിയിലോ കമന്റുകളോ ആയിട്ടൊന്നും ആരും വരില്ല. നിങ്ങളെന്താ അത് ഞാൻ ഒഴിവാക്കി ഒരു വർഷത്തിന് മേലെ, ഒരു വർഷമായിപ്പോൾ ഞങ്ങൾ ഒഴിവാക്കി പോണിങ്ങനെ. ഞാൻ ഒരു വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമന്റ് ഇടുന്നതിനൊക്കെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒഴിവാക്കി പോകുമ്പോൾ നിങ്ങൾ പിന്നെ വന്ന് തെറി കൂട്ടി കൊണ്ടുവരിക. അതെന്താ അങ്ങനെ? ഞങ്ങളോടെന്തോ ചെയ്തോ? അല്ലെങ്കിൽ ഞാനിനി യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നിർത്തിപ്പോണെന്ന് വിചാരിച്ചിട്ടാണോ? യൂട്യൂബ് നിർത്തിപ്പോട്ടെ അങ്ങനത്തെ എന്താ ചിന്ത ഉണ്ടോ? അങ്ങനത്തെ ചിന്ത ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. എന്ത് തന്നെ വന്നാലും ഞാൻ യൂട്യൂബും ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് വിചാരിച്ചത്. ആരും പേടിപ്പിക്കാനായിട്ട് ഇറങ്ങണ്ട. ഞാനിതിൽ ഒരു വൃത്തികെട്ട രീതിയിൽ ഒരു വീഡിയോ ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല. നിങ്ങളുടെ തോന്നിയാസം പറയുകയാണെങ്കിൽ അതിന് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഒരു വൃത്തികെട്ട രീതിയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ വൃത്തികെട്ടുള്ള രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ ഇടണം. ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ വീഡിയോ ലൈവ് ചെയ്തില്ല, നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് എനിക്ക് പറയാൻ ഒരു അർഹതയില്ല. ഞാൻ ചെയ്തിട്ടാണ്. അപ്പം നിങ്ങൾ എന്ത് തെറി പറഞ്ഞാലും ഞാൻ കേൾക്കണം. പക്ഷെ ഇത് ഞാൻ ഒന്നും ചെയ്യാത്ത നിങ്ങൾ എന്തിനാ അങ്ങനെ പറയണേ? എനിക്ക് നാണം കെടാനൊന്നുമില്ല. കാരണം ഞാനൊരു നാണക്കേട് വരുന്ന കാര്യങ്ങളും ചെയ്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞേ നിങ്ങളെ ഫോട്ടോ ഞാൻ ബ്ലറാക്കിയിട്ടാണ് ഇവിടെ വെക്കണേ. ഇനി എന്നോട് ബ്ലറല്ലാതെ അത് ശരിക്കും എന്നോട് വെപ്പിക്കരുത്. കാരണം നിങ്ങളെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാള് കണ്ടാൽ മതി നിങ്ങളെ നാട്ടിൽ പരക്കാനും നിങ്ങൾ നാണം കെടാനും. എന്നെ കൊണ്ടായി ചെയ്യിക്കരുത് എന്ന് വെച്ചാൽ എന്താ പറയുക, നിങ്ങളെ വീഡിയോ എനിക്ക് ഇടുന്ന മെസ്സേജുകൾ ഞാനത് എങ്ങനെ ഞാൻ പറയാ, എനിക്ക് പറയാൻ നാണക്കേടുണ്ട്. അങ്ങനത്തെ മെസ്സേജുകളാക്കി നിങ്ങൾ ഇടുന്നത്. ഇത് വേറൊരാൾ കാണുന്ന നിങ്ങൾക്കൊരിതില്ലേ? എന്തൊരു മനുഷ്യനാ നിങ്ങളെ വീട്ടിൽ ഉമ്മയും പെങ്ങന്മാരും ഭാര്യയൊക്കെ അല്ലേ? ഇനി പോട്ടെ ഭാര്യയും ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉമ്മല്ലേ? എന്തിനാ നിങ്ങൾ ചെയ്യണേ? എന്താണ് നിങ്ങൾ ഇതിനോടൊരു സുഖം കണ്ടെത്തുന്നേ? നിങ്ങൾക്ക് ഇതിങ്ങനെ ഇടുമ്പോ എന്ത് സുഖം കിട്ടണേ? ഞാനൊരു ദിവസം ലൈവില് പറഞ്ഞത്, കാരണം ഇങ്ങനെ ഒരാൾ എനിക്ക് ഇങ്ങനത്തെ മെസ്സേജുകൾ ഇടുന്നുണ്ട്. അപ്പൊ അന്ന് എന്നോട് എൻ്റെ ലൈവിലുള്ള ഫ്രണ്ട്സുകൾ പറഞ്ഞത്, അയാളെ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ചെയ്തോ, അയാളെ കമന്റുകൾ എടുത്തിട്ട് വീഡിയോ ചെയ്തോ, അയാളെ പേര് പുറത്താക്കുക നോക്കുക. അന്നൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ച് നിന്നതാ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് തന്നെ ആവർത്തിക്കണ്ടേ? പിന്നെ ഞാൻ ഇനിയിപ്പോ നിങ്ങളെ പേര് പറയാതെക്കാൻ പറ്റുമോ? നിങ്ങൾ ഇടുന്ന മെസ്സേജ് എനിക്കിവിടെ കാണിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഏതായാലും നിങ്ങൾ എനിക്കിട്ട മെസ്സേജ് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ കാണിക്കാം. ഞാൻ എൻ്റെ തൊള്ളോണ്ട് പറയാത്ത എന്താണെന്നറിയോ? എൻ്റെ ഈ വീഡിയോ കാണുന്ന എന്നെ അറിയുന്ന ആളുകളുണ്ടാവും. ഞാൻ അത്രയും വൃത്തിയായിട്ട വാക്കുകൾ എൻ്റെ ഈ നാവിനെ കൊണ്ട് ഞാൻ പറയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കൂല കേട്ടോ. അടുത്ത വീഡിയോ ഇടല് ഇനി എൻ്റെ ഇതിലേക്ക് ഇങ്ങനത്തെ മെസ്സേജ് വന്നാൽ ഞാൻ എവിടെ ഉള്ള വെച്ചാൽ ഞാൻ അവിടെ വന്ന് ഞാൻ പൊക്കും. വെറുതെ ആക്കണ്ട. എനിക്ക് നല്ല സങ്കടമുണ്ട്. നല്ല സങ്കടം. എൻ്റെ മുഖം കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവും. എൻ്റെ വീഡിയോസും എൻ്റെ ലൈവൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനല്ല. ഞാൻ ചിരിച്ചോണ്ടാ സംസാരിക്കല്. ഇത് ഞാൻ ഇപ്പൊ ചിരിച്ചോണ്ട് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ എൻ്റെ മുഖത്ത് അത് വരൂല. എൻ്റെ ഉള്ളിൽ അത്രയും സങ്കടം ഉണ്ടായിട്ടാണ്. ഒരാളെ നമ്മളിങ്ങനെ ഉപദ്രവിക്കണതിനെ കൊണ്ട്. എന്തെന്നായാലും മക്കളെ, നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒഴിവാക്കി വീഡിയോ ഇടലോ ലൈവ് ഇടലോ ഒന്നും ഇട്ടിട്ട് ഞാൻ പോവില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ലൈവ് ഇടാത്ത എനിക്കൊരു ചെറിയ സുഖലായ ഉള്ളതിനെ കൊണ്ടാണ്. അത് കഴിഞ്ഞാൽ ഞാൻ ലൈവ് ഇട്ട് വരും. അപ്പോൾ ഞാൻ വീഡിയോ ഇതാക്കി പോകില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം മൂപ്പരിട്ട ബാഡ് കമന്റ് നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് മൂപ്പര് എനിക്കിട്ട കുറച്ച് ബാഡ് കമന്റ് കേട്ടോ. ഇത് ഞാൻ ഇനി അല്ലാതെ തമ്മിൽ തന്നെ വെക്കും ഈ ബാഡ് കമന്റ് വലുതാക്കിയിട്ട്. എനിക്ക് എന്ത് ചെയ്താല് ബാഡ് കമന്റ് ഇടാൻ നിന്നാൽ അപ്പോൾ വേണ്ട. ഇതോടുകൂടി നിർത്തിക്കോളി നിങ്ങൾ. ഞാനും ഇങ്ങനത്തെ വീഡിയോ ഇടല് ഇതോടുകൂടി നിർത്തുകയാണ്. ഇനി ബാഡ് കമന്റ് വന്നാൽ അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ അസ്സലാമു അലൈക്കും.